ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 6. കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഘോഷയാത്രയ്ക്ക് വലിയൊരു ഗൗരവം കൂടി വന്നു. 1912 ഒരു മാറ്റം സംഭവിച്ചു. സായി ഗുണോപാസന എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കൃഷ്ണറാവു ഭീഷ്മ അമരാവതിയിലെ ദാദാസാഹിബ് ഖാബർഡെയോടൊപ്പം ഈ ഉത്സവം കാണാൻ വരിക പതിവായിരുന്നു. തലേ ദിവസം അവർ ഡിസ്കിറ്റ് വാടാവിൽ താമസിക്കും. ഒരിക്കൽ പുറം തിണ്ണയിൽ കിടക്കുമ്പോൾ കാക്ക മഹാജനി പൂജാ സാധനങ്ങൾ കൊണ്ട് മസ്ജിദിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ അവർക്കൊരു പുതിയ ആലോചന ഉണ്ടായി. ഇതൊരു ദൈവേച്ഛയാണ്. ശ്രുതിയിൽ പതിവായി രാമനവമി ദിവസം ഉറൂസ് ഉത്സവം നടക്കുന്നു. ആ ദിവസം ഹിന്ദുക്കൾക്ക് വളരെ വിശേഷമാണ്. എന്തുകൊണ്ട് രാമനവമി ഉത്സവം ഇവിടെ നടത്തിക്കൂടാ? കാക്ക മഹാജനിക്ക് ഈ ആലോചന ഇഷ്ടമായി. ഉടനെ ബാബയുടെ അനുവാദം വാങ്ങുവാൻ ഏർപ്പാട് ചെയ്തു. അതിൽ മുഖ്യമായ പ്രശ്നം ഹരിദാസ് കീർത്തനങ്ങളും ഭഗവത് ഗാനങ്ങളും പാടുവാൻ ആരാണുള്ളതെന്നായിരുന്നു. പക്ഷെ ഭീഷ്മ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഭീഷ്മ രാമാഖ്യാൻ മുഴുവൻ എഴുതി കഴിഞ്ഞതിനാൽ അദ്ദേഹം താൻ തന്നെ ആ പ്രവൃത്തി ഏറ്റെടുക്കാമെന്ന് കാക്ക മഹാജനി ഹാർമോണിയം വായിക്കാമെന്നും തീരുമാനിച്ചു. രാധാകൃഷ്ണമായി ഉണ്ടാക്കിയ സുൻ തവാട് ഇഞ്ചിപ്പൊടി ശർക്കരയും ചേർത്തത് പ്രസാദമായി കൊണ്ടുവന്നു. ഇത്രയുമായപ്പോൾ അവർ ഉടനടി ബാബയുടെ അനുവാദം വാങ്ങാനായി മസ്ജിദിലേക്ക് ചെന്നു. ബാബയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. മഹാജനിയോട് ചോദിച്ചു, എന്താണ് വടാവിൽ നടക്കുന്നത്? മഹാജനി ഇത്തിരി സംഭ്രമത്തിലായിരുന്നതിനാൽ ബാബയുടെ ചോദ്യം പിടികിട്ടിയില്ല. പിന്നെ ബാബ ഭീഷ്മയോട് ചോദിച്ചു, നിനക്കെന്താണ് പറയാനുള്ളത്? അദ്ദേഹം രാമനവമി ഉത്സവം നടത്തുവാനുള്ള ഉദ്ദേശം പറഞ്ഞു. അതിന് ബാബയുടെ അനുവാദം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു. ബാബയുടെ പൂർണ്ണ സമ്മതം കിട്ടി. എല്ലാവർക്കും സന്തോഷവുമായി. ജയന്തി ഉത്സവം നടത്തുവാനുള്ള ഏർപ്പാടുകളും തുടങ്ങി. അടുത്ത ദിവസം നല്ല പുഷ്പങ്ങൾ കൊണ്ട് മസ്ജിദിനെ അലങ്കരിച്ചു. ഒരു തൊട്ടിൽ രാധാകൃഷ്ണമായി കൊടുത്തു. അതിനെ ബാബയുടെ ഇരിപ്പിടത്തിന്റെ മുമ്പിൽ വെച്ചു. ജോലികൾ ആരംഭിച്ചു. ഭീഷ്മ എണീറ്റ് നിന്ന് കീർത്തനങ്ങളും മഹാജനി ഹാർമോണിയവും വായിക്കാൻ തുടങ്ങി. ഈ ഉത്സവം നടത്തുവാൻ ബാബ അനുവദിക്കുമോ എന്ന് അയാൾ സംശയിച്ചു. എന്താണ് നടക്കുന്നതെന്ന്, എന്തിനാണ് തൊട്ടിൽ അവിടെ വെച്ചിരിക്കുന്നതെന്നും ബാബ അവരോട് ചോദിച്ചു. രാമനവമി ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അതിനോട് ബന്ധപ്പെട്ടാണ് തൊട്ടിൽ എന്നും അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. ബാബ ഒരു മൂലയിൽ നിന്ന് ഒരു മാല എടുത്ത് അവന്റെ കഴുത്തിലിട്ടു. വേറെ ഒരു മാല ഭീഷ്മാവിനും കൊടുത്തു. അത് കഴിഞ്ഞ് കീർത്തനങ്ങൾ ആരംഭിച്ചു. അത് അവസാനിച്ചപ്പോ രാമനവമിക്ക് ജയം എന്ന ശബ്ദം മുഴങ്ങി. ബാൻഡും പാട്ടും കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ചുവന്ന വർണ്ണപ്പൊടി എല്ലാ സ്ഥലത്തും വാരി വിതറി. എല്ലാവരും സന്തോഷഭരിതരായി കാണപ്പെട്ടു. പെട്ടെന്ന് ഒരു നിലവിളി ഉയർന്നു. അത് ബാബയുടെ ശബ്ദമായിരുന്നു. ചുവന്ന പൊടി തൂവിയത് എങ്ങനെയോ ബാബയുടെ കണ്ണുകൾ വീണു. ബാബ ഉച്ചത്തിൽ നിലവിളിച്ചു. ചീത്ത പറയുകയും അത്യധികം കോപിഷ്ഠനാവുകയും ചെയ്തു. ആളുകൾ നടുങ്ങി വിറച്ചു. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തൻ ബാബയുടെ ചീത്ത വാക്കുകൾ മുഴുവനും കേട്ടു. അവൻ ഇതൊരു ആശീർവാദമായി കരുതി. രാമൻ ജനിച്ചപ്പോൾ ബാബ ദേഷ്യപ്പെടുന്നത് ഉചിതമാണ്. എന്തെന്നാൽ അഹങ്കാര ഭാവത്തിലുള്ള രാവണനെയും അസുരന്മാരെയും കൊല്ലുവാൻ അത് സഹായിച്ചു. മാത്രമല്ല, എപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു പുതിയ കാര്യം നടക്കുമ്പോഴും ബാബ സാധാരണയായി ദേഷ്യപ്പെടുന്നത് പതിവാണ്. അതുകാരണം അവരെല്ലാവരും നിശബ്ദരായിരുന്നു. രാധാകൃഷ്ണമയി വളരെ പേടിച്ചിരുന്നു. അവൾ മഹാജനയോട് ആ തൊട്ടിൽ പുറകോട്ട് വലിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ ബാബ ഒരു പക്ഷേ ദേഷ്യത്തിൽ അതിനെ പൊളിച്ചെറിയും. അദ്ദേഹം തൊട്ടിൽ അഴിക്കുവാൻ ചെന്നപ്പോൾ ബാബ അടുത്തു ചെന്ന് അത് മാറ്റേണ്ട എന്ന് കൽപ്പിച്ചു. കുറെ സമയത്തിനുള്ളിൽ ബാബ ശാന്തനിലയിലാവുകയും മഹാപൂജ, ആരതി മുതലായവ മുറിയിൽ നടത്തുകയും ചെയ്തു. അതുകഴിഞ്ഞു മഹാജനി തൊട്ടിൽ എടുക്കാമോ എന്ന് ബാബയോട് അനുവാദം ചോദിച്ചു. ബാബ അതിന് ഇനിയും ഉത്സവം തീർന്നിട്ടില്ലെന്നും തൊട്ടിൽ നീക്കരുതെന്നും പറഞ്ഞു. അടുത്ത ദിവസം ഇനിയൊരു കീർത്തൻ ഗോപാലകാല ഉത്സവം കഴിഞ്ഞതിന് ശേഷം തൊട്ടിൽ മാറ്റുവാൻ അനുവദിച്ചു. രാമനവമി ഉത്സവം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. രാവിലെ പതാക ജാഥയും രാത്രി ഉറൂസ് ചന്ദന ജാഥയും വലിയ ആഘോഷത്തോടു കൂടി നടന്നിരുന്നു. അങ്ങനെ ഈ സംഭവം രാമനവമി ഉത്സവമായി പരിണമിച്ചു. അടുത്ത വർഷം 1913 മുതൽ രാമനവമി ഉത്സവത്തിൽ ചടങ്ങുകളുടെ എണ്ണം വർദ്ധിച്ചു. രാധാകൃഷ്ണമായി നാമസപ്താഹം, ദൈവത്തിന്റെ നാമഗീതങ്ങൾ ഇടവിടാതെ ഒരാഴ്ചയ്ക്ക് രാവും പകലും പാടുക. ഇത് ചൈത്രമാസം 11 മുതൽ ആരംഭിക്കും. ഇതിന്ന് ഭക്തന്മാർ മാറി മാറി അംഗത്വം വഹിച്ചു. രാധാകൃഷ്ണമയും ചില സമയത്ത് രാവിലെ പാടുമായിരുന്നു. രാമനവമി ഉത്സവം
പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാരണം ഹരിദാസന്മാരെ പാടുന്നവരെ കിട്ടുന്നത് പ്രയാസമായിരുന്നു. പക്ഷേ ആഘോഷത്തിന് 5-6 ദിവസങ്ങൾക്ക് മുമ്പ് രാധാകൃഷ്ണമയി സംഗതിവശാൽ ബാലാബുവാവിനെ കണ്ടുമുട്ടി. അദ്ദേഹം നവനീത തുക്കാറാം എന്ന് അറിയപ്പെട്ടിരുന്നു. ആ വർഷത്തിൽ 1913 അദ്ദേഹത്തെ കീർത്തനങ്ങൾ പാടുവാൻ ക്ഷണിച്ചു. അടുത്ത കൊല്ലം 1914 ബീർഹാഡ് സിത്താക്കാവാത്ത സത്താറ ജില്ല ബാലാബുവ സത്താക്കാറിന് അദ്ദേഹത്തിന്റെ പട്ടണത്തിൽ പ്ലേഗ് കാരണം ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധ്യമായില്ല. അതുകൊണ്ട് ബാബയുടെ അനുമതിയോടുകൂടി അദ്ദേഹം ഷിർദിക്ക് വന്നു. ബാബയുടെ അനുമതി കാക്കാ സാഹിബ് ഡിസ്കിറ്റ് വഴി ലഭിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ചെയ്തു. ജോലിക്കുള്ള കൂലിയും അദ്ദേഹത്തിന് നൽകി. ഒടുവിൽ 1914 മുതൽ ഒരു ഹരിദാസിനെ എല്ലാ കൊല്ലവും കിട്ടേണ്ട പ്രശ്നത്തെപ്പറ്റി ബാബ ചിന്തിച്ചു. മുടക്കം കൂടാതെ ഈ പ്രവൃത്തി നടത്താൻ ദസ്കനു മഹാരാജിനെ ഏൽപ്പിച്ചു. അന്നു മുതൽ ചടങ്ങുകൾ മുടക്കമില്ലാതെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. 1912 മുതൽ രാമനവമി ഉത്സവം വർഷാവർഷം നടത്തുവാൻ തുടങ്ങി. ചൈത്രമാസം 8 മുതൽ 12 വരെ ഷിർദി ഒരു തേനീച്ചക്കൂട് പോലെ ആളുകളെ കൊണ്ട് തിങ്ങി നിറയും. പീടികകൾ വരികയും മല്ലയുദ്ധ മത്സരക്കാർ പന്തായം വെക്കൽ തുടങ്ങിയവ നടത്തുകയും പതിവായിരുന്നു. എളിയവർക്ക് അന്നദാനം വലിയ തോതിൽ നടക്കും. രാധാകൃഷ്ണമയുടെ സേതാശ പ്രവർത്തികൾ കാരണം ഷിർദി ഒരു സംസ്ഥാനമായി തീർന്നു. പരിപാടികൾ വർദ്ധിച്ചു വന്നു. കുതിര, പല്ലക്ക്, തേര്, വെള്ളി സാമാനങ്ങൾ, പാത്രങ്ങൾ, ബക്കറ്റുകൾ, ജലപാത്രങ്ങൾ, കണ്ണാടികൾ എന്നിങ്ങനെ പല വക സാധനങ്ങൾ വന്നു ചേർന്നു. ആനകളും ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ബാബ അതൊന്നും വകവയ്ക്കാതെ തന്റെ വിനയം പഴയതുപോലെ പുലർത്തിയിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹിന്ദുക്കളും മുഹമ്മദീരും ഒന്നിച്ചു ചേർന്ന് ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് നിസ്സാര കാര്യമല്ല. ഒരു ആരോപണമോ ഷണ്ടയോ അവർക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 5000, 7000 വരെ ആളുകൾ വന്നിരുന്നത് വർദ്ധിച്ചു. ഇപ്പോൾ 7 ലക്ഷക്കണക്കിന് ആളുകൾ ഷിർദിയിൽ എത്തുന്നുണ്ട്. എങ്കിലും നിയന്ത്രണാതീതമായ സൂക്കേടുകളോ സാംക്രമിക രോഗങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. മസ്ജിദ് പുതുക്കിപ്പണിയൽ. ഉറൂസ് ആഘോഷം പോലെ ഗോപാല ഗൗഡിന് മറ്റൊരു ആലോചന ഉണ്ടായി. മസ്ജിദ് പുതുക്കി പണിയണം. അതിനായി കല്ലുകൾ ശേഖരിക്കാൻ തുടങ്ങി. അവയെ കൊത്തി ശരിപ്പെടുത്തി. പക്ഷേ ഈ ജോലി അദ്ദേഹത്തിനായിരുന്നില്ല. ഇത് നാനാ സാഹിബ് ചന്ദേക്കർക്ക് നൽകി. കാക്കാ സാഹിബ് ഡിസ്കിറ്റ് കൽത്തറപ്പണിയും ഏറ്റെടുത്തു. ആദ്യം ഈ ജോലികൾ തുടരുവാൻ ബാബ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ മാൽസ്പതിയുടെ പ്രേരണയാൽ ബാബയുടെ അനുവാദം കിട്ടി. ബാബ ഇരിക്കുവാൻ ഉപയോഗിച്ച പഴയ കീറിയ ചാക്ക് വേണ്ടെന്ന് വെച്ചു. ബാബ 1911 വരെ ഇരിക്കുവാൻ കീറച്ചാക്ക് ഉപയോഗിച്ചിരുന്നു. മണ്ഡപം വലിയ ശ്രമങ്ങൾ കൊണ്ട് പണിത് തീർത്തു. മസ്ജിദിന്റെ മുമ്പിലുള്ള നിലം വളരെ ചെറുതും അസൗകര്യങ്ങൾ ഉള്ളതുമായിരുന്നു. ഈ സ്ഥലം വലുതാക്കി ഒരു മേൽപ്പുരയിടുവാൻ കാക്കാ സാഹിബ് ആഗ്രഹിച്ചു. ഈ സ്ഥലം വലുതാക്കി ഒരു മേൽപ്പുരയിടുവാൻ കാക്കാ സാഹിബ് ആഗ്രഹിച്ചു. വലിയ സംഖ്യ ചിലവിട്ട് അദ്ദേഹം ഇരുമ്പു കുഴലുകളും ചിപ്പിങ്ങുകളും ഉണ്ടാക്കുന്ന പണി തുടങ്ങി. ഭക്തന്മാർ രാത്രിയിലും പണിയെടുത്തു ഇരുമ്പു കുഴലുകൾ നാട്ടി. പക്ഷേ ബാബ അടുത്ത ദിവസം രാവിലെ ചാവടിയിൽ നിന്ന് വന്ന് ഈ കുഴലുകളെല്ലാം എടുത്തെറിഞ്ഞു. ഒരിക്കൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ബാബ ഒരു ഇരുമ്പു കുഴൽ ഒരു കൈകൊണ്ട് പിടിച്ചിളക്കി എടുക്കുവാൻ ശ്രമിച്ചു. മറ്റൊരു കൈകൊണ്ട് തത്താപ്പാട്ടിലിന്റെ കഴുത്തിനും പിടിച്ചിരുന്നു. തത്താവിന്റെ പേട്ട തലപ്പാവ് തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു കുഴിക്കകത്ത് വലിച്ചെറിഞ്ഞു തീ വെച്ചു. ബാബയുടെ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിച്ചിരുന്നു. ആർക്കും അദ്ദേഹത്തെ നോക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ബാബയുടെ കീശയിൽ നിന്ന് 1 രൂപ എടുത്ത് അവിടേക്ക് വലിച്ചെറിഞ്ഞു. അത് ഒരു ദൈവ കാണിക്ക പോലെ തോന്നി. തത്യാവും അതിയായി പേടിച്ചിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ആരും ധൈര്യത്തോടെ അതിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടില്ല. ഹഹോജീഷിണ്ട എന്ന കുഷ്ഠരോഗം പിടിച്ച ബാബാ ഭക്തൻ മുന്നോട്ട് വന്നു. എന്നാൽ ബാബ അവനെ പുറത്തേക്ക് തള്ളി മാറ്റി. മാധവ റാവുവിനെയും അതേമാതിരി തള്ളി. കല്ലിൻ കഷ്ണങ്ങളെ അവരുടെ മീതെ എറിഞ്ഞു. അങ്ങനെ ആരെല്ലാം ബാബയുടെ അടുത്തുവോ അവർക്കെല്ലാം മുൻ പറഞ്ഞ മാതിരി ശിക്ഷ കിട്ടി. കുറെ നേരം കഴിഞ്ഞപ്പോ ബാബയുടെ ദേഷ്യം ശമിച്ചു. ഉടനെ ഒരു കടക്കാരനെ വിളിച്ചു അലങ്കരിച്ച പേട്ട തലപ്പാവ് വരുത്തി തത്യാപ്പാട്ടീലിന്റെ തലയിൽ അണിയിച്ചു. അത് കണ്ടപ്പോൾ ഒരു വിശേഷ അനുഗ്രഹം കിട്ടിയതായി തത്യാവിന് തോന്നി. ഇങ്ങനെയൊരു അതിശയം ബാബയിൽ കണ്ടതിൽ എല്ലാ ജനങ്ങളും അത്ഭുത പരിഭ്രാന്തരായി. എന്താണ് ബാബയുടെ കോപത്തിന് കാരണമെന്ന്
എന്തിനാണ് താത്യ പട്ടേനെ ശകരിച്ചതെന്നും ആർക്കും അറിഞ്ഞുകൂടാ. ചില സമയങ്ങൾ ബാബ വളരെ സൗമ്യമായും ശാന്തമായും പെരുമാറും. പലപ്പോഴും വളരെ സ്നേഹത്തോടു കൂടിയും മധുരമായും സംസാരിക്കും. അടുത്ത നിമിഷത്തിൽ തന്നെ ഒരു കാര്യവും കൂടാതെ ദേഷ്യപ്പെടുകയും ചെയ്യും. ഇതുമാതിരി പല സംഭവങ്ങളും രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഏതിനെ എടുക്കണം ഏതിനെ കളയണം എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഉചിതമായി തോന്നുമ്പോഴെല്ലാം അത്തരം കാര്യങ്ങൾ വിവരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ബാബ ഒരു ഹിന്ദുവോ മുഹമ്മദീനോ എന്ന പ്രശ്നം പരിശോധിക്കുന്നു. അദ്ദേഹത്തിന്റെ യോഗ പരിശീലനം, ശക്തികൾ മുതലായവ ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീ സായിനാഥന് നമസ്കാരം. ആമീൻ.